നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. PV അൻവർ വിലപേശുകയാണോ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്ന ശക്തമായ സൂചനകൾ PV അൻവർ നൽകുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ അങ്ങനെയങ്ങ് വെറുതെ ജയിക്കാൻ താൻ സമ്മതിക്കില്ലെന്നുള്ള വാശിയിലാണ് PV അൻവർ. ഈ വാശിക്ക് പിന്നിലുള്ളത് വിലപേശൽ തന്നെയാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലരും പറയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഉറച്ച കോൺഗ്രസ് സീറ്റ് തനിക്ക് ലഭിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ വിലപേശലെന്നും കോൺഗ്രസ് നേതൃത്വം സംശയിക്കുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡാകട്ടെ KPCC ആകട്ടെ ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ മത്സരിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിന്റെ ഒറ്റപ്പേരാണ് ഹൈക്കമാൻഡിനായി KPCC നൽകിയിരിക്കുന്നതും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആയതിനു ശേഷം അവിടെ മത്സരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന VS ജോയിയുടെ സാധ്യത നന്നായി കുറഞ്ഞു. കാരണം KPCC തലപ്പത്ത് ക്രൈസ്തവ പ്രാതിനിധ്യം വന്നതിനെ തുടർന്ന് ഇനി VS ജോയിക്ക് നിലമ്പൂരിൽ ഒരു സീറ്റ് കൊടുത്ത് പ്രാതിനിധ്യം ഉറപ്പിക്കേണ്ട ഒരു കാര്യം കോൺഗ്രസിനില്ല. ഇത് PV അൻവറെ ആശയക്കുഴപ്പത്തിലാക്കി. VS ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്താമെന്നുള്ള തന്ത്രമാണ് അൻവർ രൂപപ്പെടുത്തിയെടുത്തത്. എന്നാൽ ഇത് കണ്ടറിഞ്ഞ് ബുദ്ധിപൂർവം ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് തന്നെ മുന്നോട്ട് വെച്ച് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം ഏറെക്കുറെ കോൺഗ്രസ് നേതൃത്വം എടുത്തു കഴിഞ്ഞു. UDFും അത് അംഗീകരിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗും ആര്യാടൻ ഷൗക്കത്തിനായി ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതാണ് അൻവറിന് അക്കിടി പറ്റി പോലെ ആയത്. താൻ ഏതായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും, ചിലപ്പോൾ അത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ അൻവർ പറയുന്നത്. നേരത്തെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ശക്തമായ എതിർപ്പ് അൻവർ ഉയർത്തിയിരുന്നെങ്കിലും UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും അത് കണ്ടില്ലെന്ന് നടിച്ചു. കാരണം അൻവർ എത്ര ശ്രമിച്ചാലും ഇനി അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റുക അസാധ്യമാണ്. ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള ഒരു ഭീഷണി പോലും ഇടക്കാലത്തുണ്ടായിരുന്നു. അതിനെയെല്ലാം പരിഹരിച്ച് ഷൗക്കത്തിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി ഉറപ്പിക്കുകയാണ് KPCC ചെയ്തത്. ഹൈക്കമാൻഡും UDF നേതൃത്വവും അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഷൗക്കത്ത് വന്നാൽ തനിക്ക് ഇനി നിലമ്പൂരിൽ കാലുകുത്തുക ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ PV അൻവർ തന്ത്രപരമായി നീങ്ങുകയായിരുന്നു. താൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അൻവർ പറയുമ്പോൾ വെള്ളിടി വെട്ടുന്നത് കോൺഗ്രസിന്റെ ചങ്കിലാണ്. കാരണം അൻവർ പിടിക്കുന്ന വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ടുകൾ തന്നെയാണ്, അത് ആര്യാടൻ ഷൗക്കത്തിന്റെ വോട്ടുകൾ തന്നെയാണ്. ഇനി ആര്യാടൻ ഷൗക്കത്തിനെ അൻവർ അവിടെ നിന്ന് പരാജയപ്പെടുത്തുകയാണെങ്കിൽ തിരിച്ച് LDFിലേക്ക് ചേക്കാറാനുള്ള ഒരു വഴിയും അൻവറിന് തുറന്നു കിട്ടുമെന്നുള്ള സൂചനയുണ്ട്. രണ്ട് തന്ത്രങ്ങളാണ് ഇവിടെ അൻവർ ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ തനിക്ക് ഒരു ഉറച്ച സീറ്റ് 2026 കോൺഗ്രസ് നേതൃത്വം നൽകും. അതല്ല എങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ തോപ്പിച്ചതിന്റെ ക്രെഡിറ്റുമായി വീണ്ടും പിണറായിയുടെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലാം. അൻവർ ഏതായാലും തോൽക്കുന്ന കളിക്ക് ഒരിക്കലും നിൽക്കാത്തയാളാണ്. കോൺഗ്രസ് നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തി തന്നെ കാര്യം കാണാനുള്ള ശ്രമമാണ് അൻവർ നടത്തുന്നത്. എന്നാൽ അൻവറിന്റെ ഭീഷണിക്ക് മുന്നിൽ, വിലപേശലിന് മുന്നിൽ ഒരു കാരണവശാലും വഴങ്ങേണ്ട എന്ന ഉറച്ച നിലപാടാണ്, സ്വാഗതാർഹമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വവും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതൃത്വവും എടുത്തത്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. അദ്ദേഹം തന്നെയായിരിക്കും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. എന്നാൽ ഈ വിലപേശലിൽ UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും വീണാൽ ഒരുപക്ഷെ അൻവറിന് തവനൂർ പോലെ കോൺഗ്രസിന് ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് അടുത്ത തവണ നൽകേണ്ടി വരും. ഏതായാലും വിജയിക്കുന്നൊരു കളിക്ക് തന്നെയാണ് അൻവർ നിൽക്കുന്നതും. അൻവർ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിച്ചാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതീക്ഷകൾ ഒരുപക്ഷെ അസ്തമിക്കുമെന്നുള്ള ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പക്ഷേ അൻവറിനെ പേടിച്ച് അൻവറിന് മുന്നിൽ വഴങ്ങിക്കൊടുത്ത് ഷൗക്കത്തിനെ മാറ്റാൻ കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും തയ്യാറാവുകയുമില്ല.